ദൈവവും പിശാചും തമ്മിലുള്ള യുദ്ധത്തിന്റെ വേദിയായിത്തീരുന്നത് മനുഷ്യ മനസ്സാണ്. ഒന്നെങ്കിൽ ദൈവിക ചിന്തകളാൽ നിറയപ്പെട്ടതായിരിക്കും നമ്മുടെ മനസ്സ്, അല്ലെങ്കിൽ അത് പിശാചിന് അടിമപ്പെട്ടിരിക്കും. അപ്പോൾ ഓർക്കണം, ദൈവിക ചിന്തകളാൽ നമ്മുടെ ഹൃദയം എപ്പോഴും നിറഞ്ഞിരിക്കുവാൻ നാം ശ്രദ്ധിക്കണം. ഇല്ലാതെ വന്നാൽ നമ്മുടെ മനസ്സ് അടിമപ്പെടുന്നത് പിശാചിനാണ്. പ്രപഞ്ചത്തിലെ ഓരോ ഇഞ്ച് സ്ഥലവും ദൈവത്തിന്റെ അവകാശ ഭൂമിയാണ്. എന്നാൽ പിശാചും അതിന് അവകാശം ഉന്നയിക്കുന്നു എന്നാണ് C.S. ലൂയിസ് എന്ന വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മനസ്സ് അനാത്മിക ചിന്തകളാൽ നിറയപ്പെടുമ്പോഴാണ് പിശാച് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മിൽ ആധിപത്യം പുലർത്തുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മുടെ മനസ്സ് ഒരിക്കലും അനാത്മിക, അതായത് ആത്മിക ചിന്തകൾക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ ദൈവികം അല്ലാത്ത ചിന്തകളാൽ നിറയുവാൻ നമ്മുടെ മനസ്സിനെ വിട്ടുകൊടുക്കരുത്. പകരം 1-ാം സങ്കീർത്തനം